എല്ലാവർക്കും എൻ്റെ എന്താ പറയുക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്നെനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേക സ്പെഷ്യലൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. യൂഷ്വലി നാട്ടിലാവുമ്പോൾ രാവിലെ തന്നെ എണീറ്റ് പാപ്പയും അമ്മയും നിർബന്ധിച്ച് പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിൽ എങ്ങനെയായാലും പോയിരിക്കും. ഇവിടെയായിട്ട് എനിക്കങ്ങനെ പള്ളിയിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സൺഡേയൊന്നും എനിക്ക് പോകാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം ദൂരമുണ്ട് പള്ളിയിലേക്ക്. അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ചാണ് രാവിലെ തുടങ്ങിയത്. എൻ്റെ ബർത്ത്ഡേ യൂഷ്വലി ഞാൻ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ബർത്ത്ഡേക്കും പപ്പയും അമ്മയും കൂടെ എനിക്കൊരു എന്തൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ബൊക്കെ, അതായത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള എന്തെങ്കിലും, ചിലപ്പോൾ അതിങ്ങനെ ഒരു റോസ് ആയിരിക്കാം, ബാക്കി മറ്റേ ഇലകളായിരിക്കാം, അല്ലെങ്കിൽ ചെത്തിയായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കൊണ്ടെത്തന്നെ തന്നെ രാവിലെ തന്നെ. അത് വീട്ടിലൊരു ട്രഡീഷനാണ്. ഇവിടെ എനിക്ക് ഫ്ലവേഴ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഇന്നലെ എബോ ഒരു റോസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു 3-4 അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ അവനെ എണീക്കാൻ ഇന്ന് ഇത്ര ലേറ്റാണ്, കാരണം അവന് ഇത്ര വയ്യ. അപ്പോൾ അതുകൊണ്ട് ഞാനും പിന്നെ പെട്ടെന്നൊന്നും വിളിക്കാൻ പോയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ദൈവത്തിനോട് ആദ്യം തന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്കിനി ഇന്ന് വർക്കുള്ള ദിവസമാണ്. അപ്പോൾ എനിക്ക് കിച്ചണിൽ കയറണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ലഞ്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ഈവനിങ് നമുക്ക് പരിപാടിയുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ട്. ജസ്റ്റ് കുഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട് പോകാമെന്നാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ എണീറ്റൊന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്കും തന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചു, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. റേഞ്ചൊന്നും അത്ര കറക്റ്റായിരുന്നില്ല. അമ്മാമ്മേൻ്റെ അടുത്തായിരുന്നു. അമ്മ തൃശ്ശൂരായിരുന്നു, ഞാൻ എൻ്റെ അമ്മയോട് തൃശ്ശൂർ. അപ്പോൾ അമ്മാമ്മേനെ കാണാൻ പോയേക്കായിരുന്നു. അപ്പോൾ അമ്മാമ്മയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. എന്നാലും വീഡിയോ ഒക്കെ കുറച്ച് സ്റ്റക്കായിരുന്നു, കറക്റ്റായിട്ട് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കിച്ചണിലോട്ട് കയറി, കാരണം എണീക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ ഫോൺ വിളിയാക്കിയിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് നേരെ പുട്ടിലേക്ക് സ്വിച്ച് ചെയ്തു. പിന്നെ പുട്ടാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കറിയുടെ ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും പുട്ടും പഴവും കൂട്ടി തിന്നുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു ടൈം എന്തായാലും എനിക്കവിടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ പുട്ട് വേഗം തന്നെ ആക്കി അപ്പോഴത്തേക്ക് എബോക്കെ എണീറ്റൊക്കെ വന്ന് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഒന്നും കൂടെ രാത്രി ഞാൻ തന്നെ എണീപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയല്ല, രാത്രി അവൻ പറഞ്ഞു. എന്നാലും എനിക്കിങ്ങനെ ബർത്ത്ഡേ ആകുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിഷ് ചെയ്യണം. അപ്പോൾ അവനത് അറിയാം. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന നേരം എനിക്കൊരു ബർത്ത്ഡേ വിഷൊക്കെ തന്നിട്ട് അവൻ പോയി. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പുട്ടൊക്കെ അവിടെ സെറ്റാക്കി. ഞാനൊരു ചായ ലവറാണ്. എപ്പോൾ ആണെങ്കിൽ കോഫീൻ്റെ ആളാണ്. രണ്ടും കുടിക്കുന്നതല്ല, എപ്പോൾ കൂടുതൽ കോഫി ഇഷ്ടം. അപ്പം ഞാനും ചായ ഇടണോ കോഫി ഇടണോ എന്നുള്ള ചർച്ചയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം അവിടെ. അപ്പം ഞാൻ പറഞ്ഞു ഇതെൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് എന്തായാലും ഇത് ചായ തന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ ചായ ഇട്ടു. എനിക്കാണെങ്കിൽ ഏലക്ക ഇട്ടിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷേ വളരെ കുറച്ച് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഏലക്ക ഇടുന്നത് ഇഷ്ടമല്ലാത്തത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏലക്ക ഇട്ട് ചായ കുടിക്കുക എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പുട്ടൊക്കെ സെറ്റാക്കി. നേരമില്ല, എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം. 10 to 7 ആണ് എൻ്റെ ഡ്യൂട്ടി. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുള്ളത് മോർണിംഗ് ആണെങ്കിൽ ഞാൻ മിക്കവാറും എന്താ പറയുക പാൽ ചായ തന്നെയായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും കട്ടൻ തന്നെയാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി ടേബിളിൽ വന്നിരുന്ന് നമ്മൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ തുടങ്ങി. ഓൾറെഡി ടൈം ലേറ്റാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നല്ല ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഡ്യൂട്ടി കയറണം. എബോനിന്ന് ഡ്യൂട്ടി ഇല്ല, എബോന് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ രാവിലെ അവൻ അതിന് വേണ്ടി പോവും. രണ്ടുപേരും സെയിം ടൈമിൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വന്നിട്ട് എനിക്കിനി റെഡി ആവണം. ഡ്രസ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ പോകണം. ലേറ്റാണ്, ഓൾറെഡി ലേറ്റായി. അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബസ് കിട്ടും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ടാക്സി കയറി പോകേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ഓടിപ്പടിച്ചെല്ലാം പെട്ടെന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റായി ഇവൻ കാരണം. രാവിലെ ഒരു 9:50 ഒക്കെ ടൈമാണ്. നല്ല ചൂടും നല്ല വെയിലുമാണ്. എന്താ പറയുക, ഒരു വിധവും നമ്മളെത്തുമ്പോഴത്തേക്കും വേർത്തൊലിച്ച് കുറച്ച് നടന്നാൽ തന്നെ നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ ശരിക്കും ആലോചിക്കുന്നത് ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ.
അവരെന്തൊരു കഷ്ടപ്പെടുന്നുണ്ടെന്ന് ശരിക്കും വെയിലത്തൂടെ നടക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും മനസ്സിലാവാറ്. അങ്ങനെ ഞാൻ എത്തി. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് കയറി പഞ്ചിനൊക്കെ ചെയ്തിട്ട്. ഡ്യൂട്ടിയുടെ ഇടയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ച് കഴിക്കാമായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴും ഒരുമിച്ച് കഴിക്കാനൊന്നും പറ്റാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ്, ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാനിരുന്നു. ഞാൻ പിന്നെ പഞ്ച് ഔട്ട് ചെയ്ത് ഇറങ്ങി. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഞാനൊരു 5 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് പരിപാടിയൊക്കെ സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ബസ് കയറണം വീട്ടിലുള്ളത്. അപ്പോൾ ഞാനത് അവിടെ ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ബസ് പോകണമൊക്കെ ഇങ്ങനെ കണ്ടത്. അപ്പം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് അടുത്ത ബസ്സും കയറി ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇപ്പം തന്നെ വീട്ടിലെത്തും. ഇവിടുന്ന് പെട്ടെന്ന് എത്തും വീട്ടിലോട്ട്. ഒരു 10 minutes പോയാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ചിക്കൻ വറുക്കാൻ വേണം. എപ്പോൾ ആണെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം അവർ വരുമല്ലോ, അപ്പോൾ അവർക്കും കൊടുക്കാൻ നമുക്കും കഴിക്കാനൊക്കെ ആയിട്ട് ചില്ലി ചിക്കനാണ് ഇന്ന് എബോ ഉണ്ടാക്കണേ. അപ്പോൾ അതേ കുറച്ച് ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അന്ന് 2-3 പീസൊക്കെ എടുത്തു കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ടൈമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലം ബർത്ത്ഡേ ഒക്കെ ഉണ്ടായ ഹാപ്പി ബർത്ത്ഡേ ഇപ്പോഴും ഇരിപ്പുണ്ടായി. എന്നിട്ട് അത് തന്നെ ഞങ്ങൾ സെറ്റൊക്കെ ചെയ്തു. വേറെ എന്തിനാ അതൊക്കെ വാങ്ങണേ, എന്തായാലും ഇതിവിടെ ഉള്ളത്. ഞങ്ങളത് സെറ്റൊക്കെ ആയപ്പോഴത്തേക്കും കേക്ക് വന്നു. കേക്ക് ആക്ച്വലി വേറെ ആരുമല്ല ഉണ്ടാക്കിയത്, എബോ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര വലിയ കേക്കായിരുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇത്രയും വലിയ പെട്ടി തന്നെ കാണണേ. തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സർപ്രൈസായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ആക്ച്വലി എൻ്റെ ഒരു യൂണിഫോമും എൻ്റെ ഒരു അട്ടയറൊക്കെ ആയിട്ട് എന്നെ തന്നെ ഇങ്ങനെ ഫോണ്ടനിൽ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് സർപ്രൈസാണ്. പക്ഷേ എനിക്ക് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കെന്നല്ല, ഞാൻ വീട്ടിലൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ടായി കേക്ക് കാണാനായിട്ട്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. 2 kg അത്ര എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചെടുക്കുക, എന്തെങ്കിലും തട്ടി താഴെ വീണാൽ നമുക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വെറുതെ ആയി പോകുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഇത് മുറിക്കാൻ നേരത്തും ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അത്രയും ഭംഗിയുള്ളൊരു സാധനം നമുക്ക് അങ്ങോട്ട് മുറിച്ചിതാക്കാനായിട്ട് എന്താ പറയുക, ഭയങ്കര ഇതായിരുന്നു. പക്ഷേ പിന്നെ ബർത്ത്ഡേ ആണല്ലോ, കേക്ക് കിട്ടിങ്ങാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൊക്കങ്ങോട്ട് പറയാടുക്കാം. എനിക്കാണെങ്കിൽ അത് എടുക്കാൻ ഇങ്ങനെ പേടിയായിട്ട്, കാരണം ഞാൻ എടുക്കാൻ നേരത്തത് പൊട്ടിയ കഷ്ടമാവല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവനെ വിളിച്ചു എടുക്കാനായിട്ട്. അവൻ സുഖമായിട്ട് പൊക്കിയെടുത്തു. ഒന്ന് തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല എന്നാണല്ലോ. അവനുണ്ടാക്കിയ സാധനം തന്നെയല്ലേ, അതുകൊണ്ട് പൊട്ടിയാൽ അവനത് ഉണ്ടാക്കി വെച്ചോളൂ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളവിടെ കേക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഞങ്ങൾ ആക്ച്വലി ഈ സൈഡിലാണ് വെച്ചത്. പിന്നെ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കുമാണ് ഇവിടെ വെട്ടില്ലാന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ നേരെ ടി വിയുടെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവങ്ങൾ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ കേക്ക് ടേബിളൊക്കെ സെറ്റാക്കി. ഇതിപ്പോഴും സ്ഥലം പഴയ തന്നെയാണ്, പക്ഷെ നമ്മൾ ഇപ്പുറത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ ആ ഒരു സെറ്റിങ്സൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവരൊക്കെ വരാനായില്ല, മുടിയൊക്കെ ഈരൊക്കെ വെച്ച് എന്താ പറയുക, കേക്ക് കട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലൊക്കെ റെഡിയായി. അങ്ങനെ അവരെല്ലാവരും വന്നു. അപ്പോൾ എബോ അവർക്ക് വേണ്ടി എന്തോ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തു. അവർ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഇട്ടതിൽ 2 പേരും കൂടെ മിസ്സിങ് ഉണ്ട്. മിഥുജാൻ്റെ വൈഫും പിന്നെ ജെഫിൻജാൻ്റെ വൈഫും ആൻസിയും ലോലിനും. അവർ നാട്ടിലാണ്, കുറച്ച് കഴിയുമ്പോൾ തന്നെ വരും എന്തായാലും. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് അവർ വന്നു. അപ്പോൾ നമ്മളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എനിക്കല്ലേ വെച്ചേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. എനിക്ക് കേക്ക് അങ്ങോട്ട് വെക്കുന്നു, ഞാൻ അവർക്ക് കേക്ക് അങ്ങോട്ട് വെക്കുന്നു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ എന്താ പറയുക, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അവിടെ.
എനിക്ക് ഇത്രേ പറ്റുള്ളൂ അടുത്ത പോട്ടെ മടുത്തു. പിന്നെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി. ഇതേപോലെ ചില്ലി ചിക്കനാണ്. പിന്നെ നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന്. പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു ഇന്നത്തെ ഫുഡ്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് പല പല കഥകളും പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അങ്ങനെ നമ്മുടെ ഡേ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ വിഷസ് അറിയിച്ച എല്ലാവർക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ പപ്പേനും അമ്മേനെയും ചേച്ചീനെയും എല്ലാവരെയും, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ഗ്യാങ് എപ്പോഴും എൻ്റെ ബർത്ത്ഡേക്കും ഞങ്ങളെല്ലാവരുടെയും ബർത്ത്ഡേ ഞങ്ങൾ പുറത്ത് പോയി കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാനിവിടെ ശരിക്കും മിസ് ചെയ്തു. എന്നാലും ഇപ്പോൾ ഉള്ള കാര്യം കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.